ഒരു കാലത്ത് ഗ്രാമീണ മേഖലയിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞിരുന്ന മുണ്ടകൻ വൈക്കോലിന്റെ ഡിമാൻഡ് കുറയുന്നു. തൃശൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മുണ്ടകൻ കൊയ്ത്ത് ആരംഭിച്ചതോടെ വൈക്കോൽ വിറ്റഴിയാനാകാതെ വലയുകയാണ് കർഷകർ. മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്ന മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുന്നു. കൃഷിച്ചെലവിന് തുല്യമായ തുക മുൻ വർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നു. ഏതാനും വർഷം മുമ്പ് വരെ ഒരു കെട്ട് വൈക്കോലിന് 250 രൂപ ലഭിച്ചിരുന്നത് ഇപ്പോൾ 150 രൂപയിലേക്ക് താഴ്ന്നു. കഴിഞ്ഞ വർഷം 175 രൂപയായിരുന്നു ശരാശരി വില. ഓരോ വർഷവും വൈക്കോലിന് ആവശ്യക്കാർ കുറയുകയാണെന്ന് മറ്റത്തൂരിലെ ചാഴിക്കാട് പാടശേഖരത്തിലെ കർഷകൻ സുനന്ദൻ കളപ്പുരയ്ക്കൽ പറയുന്നു. വൈക്കോലിന് തീരെ വിലയില്ല. ഇപ്പോ ആദ്യമൊക്കെ 275 280 ഞാൻ കൊടുത്തിരുന്നതാണ്. കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം 180 കിട്ടി. ഇത്തവണ ഞാൻ 150 രൂപയായിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു 18 കെട്ട് കൊടുത്തു. ബാക്കി കെട്ടിയില്ല. കെട്ടണതിന് 35 രൂപ അത് ചെലവുണ്ട്. പണ്ടൊക്കെ ഈ വൈക്കോല് വിറ്റ് കഴിഞ്ഞാൽ കൃഷിക്കുള്ള ചെലവ് കാശ് കിട്ടിയിരുന്നതാ. ഇപ്പോ അതൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ മൊത്തത്തിൽ നഷ്ടം. അതിനിടയ്ക്ക് പന്നി ശല്യം വേറെ. വരുമ്പം കുത്തി കളഞ്ഞ കണ്ടത്തിലൊക്കെ നെല്ലിലൊക്കെ കിടന്ന് ഉരുണ്ട് പരണ്ടിട്ട് അത് ചിലയിടത്തൊക്കെ കൊയ്ത് വെക്കേണ്ടി വന്നു. അമ്പി പോയിട്ട് അത്ര ബുദ്ധിമുട്ടാണ്. മുൻകാലങ്ങളിൽ കൊയ്ത്ത് തുടങ്ങും മുമ്പേ വൈക്കോൽ തേടി ആളുകൾ എത്തിയിരുന്നു. മുൻകൂട്ടി വൈക്കോൽ ബുക്ക് ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു. വീടുകളിൽ കന്നുകാലി വളർത്തൽ കുറഞ്ഞതോടെ വൈക്കോലിനും ഡിമാൻഡ് കുറഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന വൈക്കോൽ പാടത്ത് തന്നെ ഉണക്കിയെടുത്ത ശേഷം യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടിക്കെട്ടുന്നത്. ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ 35 രൂപയാണ് കൊടുക്കേണ്ടത്. ഒരേക്കർ നിലത്തിൽ നിന്നും ശരാശരി 60 കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ വർഷം മുണ്ടകൻ കൊയ്ത്ത് സമയത്ത് മഴയില്ലാത്തതിനാൽ വൈക്കോലിന് കാര്യമായ നാശം സംഭവിച്ചിട്ടില്ല. ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്നും വൈക്കോൽ വാങ്ങാറുള്ളത്. വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതാണ് വൈക്കോലിന്റെ ഡിമാൻഡ് കുറച്ചത്. പശു വളർത്തൽ കൂടുതലും ഫാമുകളിലായപ്പോൾ വൈക്കോലിന് പകരം തീറ്റപ്പുല്ല് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. ദൂരദിക്കുകളിൽ നിന്നും വൈക്കോൽ തേടി കിഴക്കൻ മേഖലയിലെത്തുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.